വശ്യമനോഹരിയായ പൂക്കോട് തടാകം. കാട്ടുമരങ്ങളെ സാക്ഷി നിർത്തി ഹരിത കുന്നുകളുടെ താഴ്വരയിൽ ഒരു സുന്ദരി. വയനാടിന്റെ സുന്ദര രൂപം കാണാനെത്തുന്നവരുടെ ഇഷ്ടകേന്ദ്രമാണ് നിത്യഹരിത വനങ്ങളാൽ ചുറ്റപ്പെട്ടു കിടക്കുന്ന ഈ തടാകം. നഗരത്തിന്റെ തിരക്കുകളിൽ നിന്നൊഴിഞ്ഞ് ഒഴിവു ദിവസങ്ങൾ ചെലവിടാൻ ഏറെ യോജിച്ച ഈ സ്ഥലത്ത് ബോട്ടിംഗ്, കുട്ടികളുടെ പാർക്ക്, എക്വേറിയം, തടാകത്തിന് ചുറ്റും കുതിരസവാരി, കഫേരിയ, തദ്ദേശീയർ മുളകൊണ്ടും മറ്റും നിർമ്മിച്ച കരകൗശല വസ്തുക്കൾ എന്നിവ ഈ സുന്ദരിയുടെ ആടയാഭരണങ്ങളാണ്. ലക്കിടിക്കടുത്തുള്ള പ്രകൃതി നിർമ്മിച്ച ഈ മനോഹര തീരത്തിലേക്ക് നാഷണൽ ഹൈവേ 212 നിന്ന് വെളിപ്പാട് അകലമേയുള്ളൂ. ഹരിതകോടി ഉടുത്തൊരുങ്ങിയ കുന്നുകൾക്കും വനങ്ങൾക്കുമിടയിൽ സ്ഥിതി ചെയ്യുന്ന പുരാതനമായ തിരുനെല്ലി ക്ഷേത്രം. അനേകം ഐതിഹ്യങ്ങൾക്ക് നടുവിൽ സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രം ദക്ഷിണ കാശി എന്നറിയപ്പെടുന്നു. പ്രസിദ്ധമായ ഈ ക്ഷേത്രം ശ്രേഷ്ഠമായ കേരളീയ ക്ഷേത്ര വാസ്തുവിദ്യയുടെ ഉത്തമ മാതൃകയാണ്. ഏപ്രിൽ, ഓഗസ്റ്റ്, സെപ്റ്റംബർ മാസങ്ങളിലെ പ്രധാന ഉത്സവങ്ങളിൽ രാജ്യത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നുമായി അനേകം തീർത്ഥാടകർ ഇവിടെ എത്താറുണ്ട്. മധുരം ചഗാനം ശൃണോഷി മാതപ്പിക കുക്കുടാനാം ധ്വനിം പ്രഭാതേ കുരു സുപ്രഭാതം. ഈ കാണുന്ന പുരാതന കൽപ്പാത്തിയിലൂടെ ശുദ്ധജലം അകലെയുള്ള ബ്രഹ്മഗിരിയിൽ നിന്നും വളരെ ദൂരം താണ്ടി ക്ഷേത്രത്തിലേക്ക് എത്തുന്നു. ഭഗവാൻ ദിനേശോ ധ്യായാതി ദേവി സദനം കുരു സുപ്രഭാതം. പശ്യാംബ കേചിദ്ധൃത പൂർണകുംഭാഃ കേചിദ്ദയാർദ്രേ ധൃത പുഷ്പമാലാഃ കാചിശുഭാഞ്ജോനനുവാദ്യ ഹസ്താഃ തിഷ്ഠന്തി തേഷാം കുരു സുപ്രഭാതം. ഭേരീ മൃദംഗ പണവാനകവാദ്യ ഹസ്താഃ. ഇതാണ് പാപനാശിനി. ഇതിൽ സ്നാനം ചെയ്താൽ മോക്ഷം ലഭിക്കുമെന്ന് കരുതപ്പെടുന്നു. ഇവിടെ നിന്ന് അല്പം താഴേക്ക് മാറിയാണ് ബലി അർപ്പിക്കപ്പെടുന്ന സ്ഥലം. കർക്കിടക മാസത്തിലെ വാവ് ബലി ദിവസം 10,000ങ്ങളാണ് ഇവിടെ ബലി അർപ്പിക്കാനെത്തുന്നത്. നാം കയറുന്ന ഈ പടവുകളിലെ ഓരോ കല്ലുകളും ഈ ക്ഷേത്രത്തിലേക്ക് വിശ്വാസികൾ സംഭാവനയായി നൽകിയതാണെന്ന് കല്ലുകളിൽ കൊത്തിവെക്കപ്പെട്ടിട്ടുള്ള പേരുകളിലൂടെ മനസ്സിലാക്കാം. നമ്മൾ ഇപ്പോൾ കാണുന്നതാണ് സെന്റിനൽ റോക്ക് വാട്ടർഫോൾസ് അഥവാ സൂചിപ്പാറ വെള്ളച്ചാട്ടം. സഞ്ചാരികളുടെ മനം കവരുന്ന ഈ വെള്ളച്ചാട്ടം പ്രകൃതി സുന്ദരമായ ചൂരൽമല എന്ന കൊച്ചു ഗ്രാമത്തിന് സമീപമാണ്. വൻമരങ്ങൾക്കും പാറക്കെട്ടുകൾക്കും ഇടയിലൂടെ ഹുങ്കാര ശബ്ദത്തോടെ പതിക്കുന്ന ഈ വെള്ളച്ചാട്ടം നയനമനോഹരമായ ദൃശ്യവിരുന്നാണ് നമുക്ക് നൽകുന്നത്.
സുന്ദരമായ ഹരിതാഭയിൽ മുങ്ങി നിൽക്കുന്ന ഈ പ്രദേശം ഒട്ടേറെ മലനിരകളും കൊച്ചു കൊച്ചു വെള്ളച്ചാട്ടങ്ങളും നിറഞ്ഞതാണ്. കണ്ണീർ കണം പോലെ തെളിഞ്ഞ ജലധാര കരിമ്പാറയ്ക്ക് മുകളിൽ നിന്ന് ആർത്തലച്ച് പതിക്കുമ്പോൾ ആ സുന്ദര ദൃശ്യത്തിന് സാക്ഷിയാകാൻ വിനോദസഞ്ചാരികൾ ഒത്തിരി എത്താറുണ്ട്. മനം കവരുന്ന 5ഓളം വെള്ളച്ചാട്ടങ്ങൾ ഇവിടെയുണ്ടെങ്കിലും 3 മാത്രമേ നമുക്ക് എത്തിപ്പെടാൻ കഴിയൂ. ഇവിടെയുള്ളതിൽ ഏറ്റവും വലുതും അതിമനോഹരവുമായ ഈ വെള്ളച്ചാട്ടത്തിനടുത്തേക്ക് എത്തിച്ചേരുക വളരെ പ്രയാസമേറിയതാണ്. തലയെടുപ്പോടെ നിൽക്കുന്ന ഈ പാറയാണ് സൂചിപ്പാറ എന്നറിയപ്പെടുന്നത്. വർഷങ്ങൾക്ക് മുമ്പ് ഇടിവെട്ടേറ്റിട്ടാണത്രേ ഇതിന്റെ സൂചിമുനയൊടിഞ്ഞത്. ജനിച്ച മണ്ണിന്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി പടപൊരുതിയ ധീര രക്തസാക്ഷി കേരളസിംഹം പഴശ്ശിരാജയുടെ ശവകുടീരമാണിത്. കോട്ടയം രാജവംശത്തിലെ ഇളമുറക്കാരനായ പഴശ്ശിരാജ ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ വയനാടൻ കാടുകളിൽ നടത്തിയ ഗറില്ല യുദ്ധമുറ പ്രസിദ്ധമാണ്. 1805 മാവിലാംതോട് എന്ന സ്ഥലത്ത് വെച്ച് നടന്ന ഒരു ഏറ്റുമുട്ടലിൽ കേരളസിംഹം മരണപ്പെട്ടു. അദ്ദേഹത്തോടുള്ള ആദര സൂചകമായി ബ്രിട്ടീഷുകാർ തന്നെ മാനന്തവാടിയിൽ ഇവിടെ അടക്കം ചെയ്തു. ഇതിനോടനുബന്ധിച്ചുള്ള പഴശ്ശി സ്മാരകത്തിൽ അദ്ദേഹത്തിന്റെ കാലത്തെ ആയുധങ്ങളും മറ്റു ശിലാശില്പങ്ങളും കാണാം. പഴശ്ശി പാർക്ക്. പ്രശാന്ത സുന്ദരമായ ഇവിടം മാനന്തവാടിയുടെ ജനബാഹുല്യത്തിൽ നിന്ന് മാറി പുഴയോരത്ത് സുന്ദര രൂപം കൈക്കൊണ്ട് അണിഞ്ഞൊരുങ്ങി നിൽക്കുന്നു. ടൗണിനോടടുത്ത സ്ഥലമായതിനാൽ കുടുംബത്തോടൊപ്പം ഒഴിവുസമയം ചെലവഴിക്കുന്നതിനും പ്രത്യേകിച്ച് കുട്ടികൾക്ക് കളിച്ചുല്ലസിക്കുന്നതിനും ബോട്ടിങ്ങിനുമുള്ള സൗകര്യം ഇവിടെയുണ്ട്. നിത്യഹരിത വനത്തോടുകൂടിയ കുറുവാദ്വീപ്. കബനി നദിയുടെ പോഷക നദിയിലൊന്നിൽ 950ഓളം ഏക്കർ സ്ഥലത്ത് ഇത് വ്യാപിച്ചു കിടക്കുന്നു. വിവിധ ഇനം സസ്യങ്ങളും പക്ഷികളും നിറഞ്ഞ ദ്വീപിലേക്ക് ചങ്ങാടത്തിലും ബോട്ടിലുമായി നമുക്ക് എത്തിച്ചേരാം. ദ്വീപിലെത്തിയാൽ ഏതൊരു സഞ്ചാരിക്കും മറ്റൊരു ലോകത്തെത്തിയ അനുഭൂതിയായിരിക്കും. വനസംരക്ഷണ സമിതിയുടെ മേൽനോട്ടത്തിലുള്ള ഈ ദ്വീപ് വനയാത്രയ്ക്കും
പക്ഷി നിരീക്ഷണത്തിനും യോജിച്ചതാണ്. ശാന്തസുന്ദരമായ ഇവിടെ പലതരം അപൂർവ സസ്യങ്ങളുടെയും പൂമ്പാറ്റകളുടെയും വിവിധയിനം ഓർക്കിഡുകളുടെയും കലവറയാണ്. അതുകൊണ്ട് തന്നെ പുറം ലോകത്തിന്റെ തിരക്കേറിയ ജീവിത സാഹചര്യത്തിൽ നിന്നും ഇവിടെ എത്തുന്ന ഏതൊരാൾക്കും ഒരു സാന്ത്വന സ്പർശമാണിവിടം. ഒട്ടനവധി പ്രത്യേകതകൾ നിറഞ്ഞ കുറുവാ ദ്വീപിന്റെ ജൈവ വൈവിധ്യങ്ങളെക്കുറിച്ച് പഠനത്തിനും ഗവേഷണത്തിനുമായി ഒട്ടേറെ പേർ ഇവിടെ എത്താറുണ്ട്. മലകളും ഹരിതവനങ്ങളും ധാരാളമുള്ളതിനാൽ കാലാവസ്ഥയുടെ കാര്യത്തിൽ വയനാട് ഇതര ജില്ലകളിൽ നിന്ന് തികച്ചും വിഭിന്നമാണ്. ചരിത്രപ്രസിദ്ധമായ എടക്കൽ ഗുഹകൾ സ്ഥിതി ചെയ്യുന്ന അമ്പുകുത്തിമല മുടിയഴിച്ചിട്ട് മലർന്നു കിടക്കുന്ന ഭീകരയക്ഷിയെപ്പോലെ